നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവിടെ എന്തോ വലിയ ഡിസ്കഷൻ നടക്കുമ്പോഴാ ഇവിടെ നമ്മുടെ കളിയും ചിരി. അമ്മ പെട്ടെന്ന് ഒഴിക്ക്, ഇവർക്ക് എവിടേക്കാ പോവാനുള്ളതാ. ഇപ്പൊ റെഡിയാക്കാം. ഗോകുൽ പറഞ്ഞതുപോലെ മഞ്ചാടി ഇവിടുത്തെ കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്നതില് എന്താ മാഷെ പ്രശ്നം? പഴയ പ്രശ്നക്കാരൊക്കെ ഇപ്പൊ ജയിലിലല്ലേ. മഞ്ചാടി എന്തായാലും തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവിടെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന നല്ലത്. അല്ലാതെ പെട്ടെന്ന് TC വാങ്ങി ഇവിടുന്ന് പോയാ അതൊരുമാതിരി പേടിച്ചോടുന്ന പോലെ ആവില്ലേ. നാട്ടിലെ കോളേജിലും അഡ്മിഷൻ ഒന്നും ശരിയായിട്ടില്ല. എന്ത് ചെയ്യുന്നറിയാതിരിക്കായിരുന്നു ഞാനും. മഞ്ചാടിക്ക് ഇവിടുത്തെ കോളേജ് പഠിക്കാൻ പേടിയൊന്നുമില്ല. ടെൻഷൻ മുഴുവൻ എനിക്കാ. ജയിലിൽ പോയവരുടെ കൂട്ടാളികളൊക്കെ ഇപ്പോഴും കോളേജിലും പരിസരത്തും ഒക്കെ കാണുമല്ലോ. അത്തരം ടെൻഷനൊന്നും വേണ്ട മാഷെ. ഞാൻ ആ കോളേജിൽ കുറെ വർഷം പഠിച്ചതാ. അത്യാവശ്യം ബന്ധങ്ങളൊക്കെ എനിക്കിപ്പോഴും അവിടെ ഉണ്ട്. അത് വളരെ ശരിയാ മാഷെ. പഠിക്കുന്ന സമയത്ത് ഇവൻ അവിടുത്തെ സ്റ്റാർ ആയിരുന്നു. പിന്നെ ഹയർ സ്റ്റഡീസിന് പോയി തിരിച്ചു വന്നപ്പോഴാ അവൻ ഇതുപോലെ വില്ലനായത്. എന്തൊക്കെയാ ഇപ്പൊ എല്ലാം വിട്ട് പുതിയൊരാളായില്ലേ ഗൂഗിൾ. അതെ, എന്റെ കാര്യത്തിൽ ആർക്കും ഇനിയൊരു ടെൻഷനും വേണ്ട. ഇനി മഞ്ചാടിക്ക് ഇവിടെ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്നാണ് എന്റെയും അഭിപ്രായം. എന്തെങ്കിലും വിഷയം ഉണ്ടായാലേ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ മാഷെ. മാഷ് ധൈര്യമായിട്ട് കോളേജിൽ പോയി സംസാരിക്കേ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാം. എങ്കില് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അതല്ലേ നല്ലത്? പക്ഷേ അപ്പോഴേക്കും 1 മാസം വെറുതെ പോവില്ലേ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അവളുടെ ഹെൽത്ത് ഓക്കെ ആയ സ്ഥിതിക്ക് എത്രയും വേഗം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതല്ലേ നല്ലത്.